മുല്ലപ്പെരിയാറിൽ പുതിയ ഡാമിന് അനുമതി നൽകില്ലെന്ന് തമിഴ്നാട് സർക്കാർ. എല്ലാവർക്കും നക്ഷത്ര വ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് വെള്ളം, ഇത് രണ്ടും ഉറപ്പാക്കിക്കൊണ്ട് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കുമെന്ന് നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞിരുന്നുവല്ലോ. അതിന് പിന്നാലെ ടി.വി.കെ. സർക്കാർ അവരുടെ നിലപാട് വ്യക്തമാക്കി. അതായത് തമിഴ്നാട് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കൃത്യമായി പറഞ്ഞു, മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കാൻ അനുവദിക്കില്ല എന്ന്. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമുള്ള അറ്റകുറ്റപ്പണികൾ നടത്തി ഡാം ബലപ്പെടുത്താമെന്ന്. അതുപോലെ തന്നെ ഡാമിലെ ജലനിരപ്പ് 152 അടിയായി ഉയർത്താനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും വിജയ് വ്യക്തമാക്കി. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വിജയ് വളരെ നല്ല നല്ല കാര്യങ്ങളാണ് തമിഴ്നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വച്ചുള്ള വീഡിയോസ് ഞാൻ 2-3 ചെയ്ത് കഴിയുകയും ചെയ്തു. നിങ്ങളത് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ ഇത് നമ്മുടെ കേരളത്തിനൊരു തിരിച്ചടി ആയിരിക്കുകയാണ് അല്ലേ? എൻ്റെ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾ കമൻ്റായിട്ട് പറയണം കേട്ടോ. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അത് ഗവർണറുടെ നയപ്രഖ്യാപന ചടങ്ങിന് മുന്നോടിയായി നിയമസഭയിൽ വന്ദേ മാതരം ഇപ്രാവശ്യം ചൊല്ലിയില്ല. വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലെ വന്ദേ മാതരം പൂർണ്ണമായി ചൊല്ലിയതിന് വലിയ വിമർശനം DMKയും ഇടതു പാർട്ടികളുമൊക്കെ നടത്തിയിരുന്നല്ലോ. അന്ന് ലോകഭവൻ്റെ പരിപാടി ആയതിനാലാണ് അവരുടെ ചട്ടങ്ങളെല്ലാം പാലിക്കേണ്ടി വന്നത് എന്നായിരുന്നു അന്ന് വിജയുടെ വിശദീകരണം. ഇന്നെന്തായാലും നിയമസഭയിൽ നടന്ന നയപ്രഖ്യാപനത്തിൽ വന്ദേ മാതരം പാടിയില്ല. പകരം തമിഴ് തായ്പാട്ടാണ് ആദ്യം പാടിയത്. അതിനുശേഷം ദേശീയ ഗാനം ചൊല്ലുകയും ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. DMK സർക്കാരിനെതിരെ ലഹരി വ്യാപനം തടയുന്നതിൽ വലിയ വീഴ്ച വരുത്തി എന്നുള്ള വിമർശനം കൂടി നയപ്രഖ്യാപന പ്രസംഗത്തിൽ വിജയ് പറയുന്നുണ്ട്. അതുപോലെ ദ്വിഭാഷാ നയത്തിൽ, അതായത് തമിഴ്, ഇംഗ്ലീഷ് എന്നുള്ള ആ നയമുണ്ടല്ലോ, ആ നയത്തിൽ തുടരാനും ത്രിഭാഷാ നയത്തിൽ യോജിപ്പ് ഇല്ല എന്നുള്ള മുൻ സർക്കാരുകളുടെ നിലപാട് തന്നെയാണ് വിജയ് ആവർത്തിച്ചിരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വിജയുടെ ഈ ഓരോ നയങ്ങളോടും നിങ്ങൾക്ക് യോജിപ്പുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നെ കാണാം.